ഹലോ നമസ്കാരം, ഞാൻ രേവതി. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഫ്തയാണ് കേട്ടോ. സോയാബീൻ കോഫ്ത. നമ്മൾ സ്ഥിരം സോയാബീൻ റെസിപ്പീസിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണേ. ആദ്യം നമുക്ക് സോയാബീൻ തിളപ്പിച്ച് വെള്ളം മാറ്റിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഉള്ളി, ക്യാപ്സിക്കോ, പിന്നെ ഒരു പൊട്ടറ്റോ വേവിച്ചത് അതും കൂടി ആഡ് ചെയ്യാം. നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയും മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും. ഇനി അതിലേക്ക് കുറച്ച് ബേസൻ നമ്മുടെ കടലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മല്ലിയില. ഇനി ഇതെല്ലാം കുഴച്ച് നമുക്ക് ബോളാക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ബോൾസ് ആക്കി എടുക്കാം. ഇനി ഈ ബോൾ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടേ. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് വറുത്ത് കോരാം. ഇത് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ കോഫ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഗ്രേവിയാണ് ഉണ്ടാക്കാനുള്ളത്. ഗ്രേവി ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 3 തക്കാളി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യണത്. ഈ ഒരു ഇത് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ തക്കാളി നമുക്ക് അരച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഉള്ളി ആഡ് ചെയ്യും. ഒരു 3 ഉള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് ഒന്ന് വഴട്ടിയെടുക്കാം ഉള്ളി. ഇനി അതിലേക്ക് ഈ അരച്ച് വെച്ച് തക്കാളി നമുക്ക് ആഡ് ചെയ്യാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ഗരം മസാലയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് എണ്ണ തെളിയുന്ന വരെ നമുക്ക് വഴറ്റാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. അതൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് പാലാണ് കേട്ടോ. പാല് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യണത്. നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഈ ഒരു ഗ്രേവി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കസ്തൂരി മേത്തിയും അതുപോലെ മല്ലിയിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായി തിളച്ചൊന്ന് കുറുകി വന്നാൽ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ച കോഫ്ത നമുക്ക് ഇട്ട് കൊടുക്കാം. അത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഉടഞ്ഞു പോകും. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു, ബൈ.